ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമീതി നാമിനെ. നമസ്തേ സരസ്വതീദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യാദി പാശ്ചാത്യദേശസാരിണി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനജനശലാഘ്യ ചക്ഷുരം മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സപദാന്തികം. വന്ദേകം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണലളിത ശ്രീ വിശാഖനിധാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃക്ഷപാന സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുവാച കൃപാ സിന്ധുവേ ഭജ പതിതനാം പവനപോ വൈഷ്ണവോ നമോ നമഃ. जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद. जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ ശ്ലോകം 245 വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. 246 ഇന്ന് തുടരാം അല്ലേ പ്രഭു? ഗോപാൽ പ്രഭു. യെസ് പ്രഭു, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ 3-4 ശ്ലോകം വെച്ച് വായിക്കാം. അപ്പൊ കൂടുതൽ പേർക്ക് വായിക്കാൻ പറ്റും. അപ്പോ ആദ്യത്തെ ആള് വായിച്ചു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ ശ്ലോകം 246. വിജയ അജാര്യേര ഖരേ സേ രാത്രേ രഹീല പ്രാതകാലേ ഭക്ത സബേ ഖരേ ലനാഗേല. വിവർത്തനം ശീല പ്രഭാതിക്ക്. ആ രാത്രി ഭഗവാൻ വിജയ ആചാര്യന്റെ ഗൃഹത്തിൽ താമസിച്ചു. പ്രഭാതത്തിൽ അദ്ദേഹം ഭക്തസമേതം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ശ്ലോകം 247. ഏകദിന ഗോപി ഭാവേ ഗൃഹേതേ വസിയ ഗോപി ഗോപി നാമാലയ വിഷ്ണഹന. വിവർത്തനം ശീല പ്രഭാതിക്ക്. ഒരു ദിവസം മഹാപ്രഭു തന്റെ ഗൃഹത്തിൽ ഗോപീഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. വിരഹത്താൽ വിഷണ്ണനായ അദ്ദേഹം ഗോപി ഗോപി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ശ്ലോകം 248. ഏക പഠുയ ആയില പ്രഭുക്കെ ദേഖീദേ ഗോപി ഗോപി നാമ ശൂനി ലാഗില ബലിദേ. വിവർത്തനം ശീല പ്രഭാതിക്ക്. അവിടുന്ന് ദർശിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി അവിടുന്ന് ഗോപി ഗോപി എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അമ്പരന്നു. അതിനാൽ അവൻ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 249. കൃഷ്ണനാമ നാലവോ കേന കൃഷ്ണനാമ ധന്യ ഗോപി ഗോപി ബലിലേവ ഹിബാഹയ പുണ്യ. വിവർത്തനം ശീല പ്രഭാതിക്ക്. മഹനീയമായ കൃഷ്ണനാമം ജപിക്കുന്നതിന് പകരം അവിടുന്ന് എന്തിനാണ് ഗോപി ഗോപി എന്ന് ജപിക്കുന്നത്? അത്തരം ജപം കൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? ഭാവാർത്ഥം ശീല പ്രഭാതിക്ക്. വൈഷ്ണവേര ക്രിയാമുദ്രാം വിജ്ഞേഹ നാ ഭുഞ്ജേയ. ഒരു പരിശുദ്ധ ഭക്തന്റെ പ്രവൃത്തികൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് ഗോപിമാരുടെ നാമം ജപിച്ചതെന്ന് ഒരു വിദ്യാർത്ഥിക്കോ പുതിയ ഭക്തനോ മനസ്സിലാക്കണമെന്നുമില്ല. അതിനാൽ ആ വിദ്യാർത്ഥി ഭഗവാനോട് അത്തരം ചോദ്യം ചോദിക്കേണ്ടതില്ലായിരുന്നു. ഇവിടെ വിദ്യാർത്ഥിക്ക് കൃഷ്ണന്റെ തിരുനാമം ജപിക്കുന്നത് കൊണ്ടുള്ള പുണ്യം തീർച്ചയായും ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തരം മനോഭാവവും അപരാധകരമാണ്. ധർമ്മ വ്രതത്യാഗ ഉദാദി സർവശുഭക്രിയാ സാമ്യം അഭി പ്രമാദ. കൃഷ്ണന്റെ തിരുനാമം പുണ്യം നേടുന്നതിന് വേണ്ടി ജപിക്കുന്നത് ഒരു അപരാധമാണ്. തീർച്ചയായും വിദ്യാർത്ഥിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അതുകൊണ്ട് അവൻ നിഷ്കളങ്കമായി ചോദിച്ചു,
ഗോപിയുടെ നാമം ജപിക്കുന്നതുകൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? പുണ്യമെന്നോ പാപമെന്നോ ഉള്ള പ്രശ്നമേ ഇല്ലെന്ന് അവന് അറിയില്ലായിരുന്നു. കൃഷ്ണന്റെ തിരുനാമ ജപവും ഗോപി എന്ന നാമവും പ്രേമവ്യവഹാരങ്ങളുടെ ഇന്ദ്രിയാതീതമായ വിധാനത്തിലാണ്. അവന് അത്തരം അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ ഗ്രഹിക്കാൻ വൈദഗ്ധ്യമില്ലാതിരുന്നതിനാൽ അവന്റെ ചോദ്യം അനാവശ്യമായിരുന്നു. അതിനാൽ അവനോട് അത്യന്തം ക്രൂദ്ധനം നമ്മട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു തുടർന്ന് പറയും പോലെ പ്രതികരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭു? ഒരു മിനിറ്റ് മാതാജി. വായിച്ചോളൂ. ഒരു 2-3 ശ്ലോകം കൂടെ കഴിഞ്ഞിട്ട് നമുക്കത് വിവരിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൂന്യ പ്രഭു ക്രോധേ കൈല കൃഷ്ണേ ദോഷാത്കാര ടേങ്കാലന ഉഠീല പ്രഭു പടുയ മാരി ബാര. വിവർത്തനം ഭാവാർത്ഥം ശ്രീലഭുപാതിക്ക്. വിഡ്ഢിയായ വിദ്യാർത്ഥി പറഞ്ഞത് കേട്ട് മഹാപ്രഭു അത്യന്തം ക്രുദ്ധനായി തീരുകയും കൃഷ്ണനെ പലവിധത്തിൽ ഭർഷിക്കുകയും ചെയ്തു. അവിടുന്ന് ഒരു വടിയെടുത്തുകൊണ്ട് വിദ്യാർത്ഥിയെ അടിക്കാൻ ഒരുങ്ങി. ഗോപികമാർക്കുള്ള കൃഷ്ണ ഭഗവാന്റെ സന്ദേശവുമായി ഉദ്ധവൻ വന്നപ്പോൾ എല്ലാ ഗോപികമാരും പ്രത്യേകിച്ചും ശ്രീമതി രാധാറാണി കൃഷ്ണനെ പലവിധത്തിൽ പഴിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരം കുറ്റപ്പെടുത്തൽ ആധിക്യം പ്രതിഫലിക്കുന്നതാണ്. ഒരു സാധാരണ മനുഷ്യന് അത് മനസ്സിലാക്കാനാവില്ല. വിഡ്ഢിയായ വിദ്യാർത്ഥി ചോദ്യം ചെയ്തപ്പോൾ ചൈതന്യ മഹാപ്രഭു അതുപോലെ സ്നേഹാധിക്യത്താൽ കൃഷ്ണനെ ഭർഷിച്ചു. ഈ ചൈതന്യ മഹാപ്രഭു ഗോപീഭാവത്തിലായിരുന്നപ്പോൾ വിദ്യാർത്ഥി കൃഷ്ണന്റെ പക്ഷപാതിയായത് അവിടുന്ന് അത്യന്തം രോഷം കൊള്ളിച്ചു. മഹാപ്രഭുവിന്റെ കോപം കണ്ട് ഒരു സാധാരണ സ്മാർത്ത ബ്രാഹ്മണനായിരുന്ന വിദ്യാർത്ഥി അവിടുന്ന് തെറ്റായി വിലയിരുത്തി. അപ്രകാരം അവനും ഒരു സംഘം വിദ്യാർത്ഥികളും പകരം വീട്ടാനായി മഹാപ്രഭുവിനെ അടിക്കാൻ തയ്യാറായി. ഈ സംഭവത്തിന് ശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. സന്യാസം സ്വീകരിച്ച ജനങ്ങൾ തന്നെ വെറുമൊരു സാധാരണ ഗൃഹസ്ഥനായി കണ്ട് തനിക്കെതിരെ അപരാധം ചെയ്യുകയില്ലെന്ന് അവിടുന്ന് കരുതി. കാരണം ഇന്ത്യയിൽ നിന്നും ഒരു സന്യാസി സ്വാഭാവികമായി ബഹുമാനിക്കപ്പെടുന്നു. ശ്ലോകം 251. ഭയേ പലായ പടുയ പ്രഭു പാജേ പാജേതായ ആസ്തേ വസ്തേ ഭക്തഗണ പ്രഭുരേ രഹായ. വിവർത്തനം ശ്രീലഭുപാതിക്ക്. വിദ്യാർത്ഥി ഭയം മൂലം ഓടി. മഹാപ്രഭു അവനെ പിന്തുടർന്നു. പക്ഷേ ഭക്തന്മാർ ഒരു വിധത്തിൽ അവിടുന്ന് തടഞ്ഞു. ശ്ലോകം 252. പ്രഭുരേ ശാന്തകാരി ആനില നിജാഗരേ പടുയ പലായ ഗേല പടുയ സപാരേ. വിവർത്തനം ശ്രീലഭുപാതിക്ക്. ഭക്തന്മാർ മഹാപ്രഭുവിനെ ശാന്തനാക്കി ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ആ വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളുടെ സഭയിലേക്ക് ഓടിപ്പോയി. ശ്ലോകം 253. പടുയ സഹസ്രയാഹാൻ പടേയഖദാനി പ്രഭുര വൃത്താന്തേ താഹാനിയായി. വിവർത്തനം ഭാവാർത്ഥം ശ്രീലഭുപാതിക്ക്. 1000 വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരിടത്തേക്കാണ് ആ ബ്രാഹ്മണ വിദ്യാർത്ഥി പോയത്. അവരോട് അവൻ ഈ സംഭവം വിവരിച്ചു. ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന ദിജ എന്ന വാക്ക് ആ വിദ്യാർത്ഥി ഒരു ബ്രാഹ്മണനായിരുന്നെന്ന് സൂചിപ്പിക്കുന്നു. അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ വേദസാഹിത്യ വിദ്യാർത്ഥികളാകാൻ കഴിയുമായിരുന്നുള്ളൂ. പാഠശാല വിദ്യാഭ്യാസം ബ്രാഹ്മണർക്കായി പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. മുമ്പ് ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ പാഠശാലയിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ക്ഷത്രിയർ യുദ്ധതന്ത്രമായിരുന്നു അഭ്യസിച്ചിരുന്നത്. വൈശ്യർ അവരുടെ പിതാക്കന്മാരിൽ നിന്നും മറ്റു വ്യാപാരികളിൽ നിന്ന് വ്യാപാരവും പഠിച്ചു. അവർ വേദങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ളവരായിരുന്നില്ല. എന്നാൽ ഇക്കാലത്ത് എല്ലാവരും വിദ്യാലയങ്ങളിൽ പോകുന്നു. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകപ്പെടുന്നു. ഫലം എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ലെങ്കിൽ പോലും ഫലം എങ്ങനെ തന്നെ ആയാലും അങ്ങേയറ്റം അസംതൃപ്തമാണ്. പ്രത്യേകിച്ച് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നത് പോലെ. അമേരിക്കയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം അനുവദിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. പക്ഷേ അവിടെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഹിപ്പികളായി തീരുന്നു. ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും ഉദ്ദേശിക്കപ്പെട്ടുള്ളതല്ല. ബ്രാഹ്മണ സംസ്കാരത്തിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിന് അനുവദിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കരുത്. ഒരു സാങ്കേതിക വിദഗ്ധനെ ശരിയായ വിദ്യാഭ്യാസം സിദ്ധിച്ചവനെന്ന് യഥാർത്ഥത്തിൽ വിളിക്കാനാവില്ല. സാങ്കേതിക വിദഗ്ധൻ ശൂദ്രനാണ്. വേദങ്ങൾ പഠിച്ച ഒരുവനെ ശരിക്കും അറിവുള്ളവൻ അഥവാ പണ്ഡിതൻ എന്ന് വിളിക്കാം. വൈദിക വിജ്ഞാനത്തിൽ പ്രാവീണ്യം നേടുകയും മറ്റുള്ള ബ്രാഹ്മണരെ അത് പഠിപ്പിക്കുകയുമാണ് ഒരു ബ്രാഹ്മണന്റെ ധർമ്മം. കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ശിഷ്യന്മാരെ യോഗ്യരായ ബ്രാഹ്മണരും വൈഷ്ണവരുമാകാൻ പഠിപ്പിക്കുന്നു. ഡാലസ് നഗരത്തിലുള്ള ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വിദ്യാർത്ഥികളെ ഇംഗ്ലീഷും സംസ്കൃതവും പഠിപ്പിക്കുന്നു. ഈ 2 ഭാഷകളിലൂടെയും അവർ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത യഥാരൂപം, ഭക്തിരസാമൃത സിന്ധു തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും
സാങ്കേതിക വിദഗ്ധരാകാൻ പഠിപ്പിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. ബ്രാഹ്മണരായിത്തീരുന്ന ഒരു സംഘം വിദ്യാർത്ഥികൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വൈദിക വിജ്ഞാനം സ്വായത്തമാക്കിയ ബ്രാഹ്മണരില്ലാത്ത പക്ഷം സമൂഹത്തിന്റെ സ്ഥിതി താറുമാറും. ഹരേ കൃഷ്ണ. ഇനി വായിക്കണം പ്രഭു. ഹരേ കൃഷ്ണ. മേ ബി അടുത്ത ആരെങ്കിലും ഒരു കുറച്ച് ദൂരം കൂടെ വായിക്കാം. മേ ബി 200 ഒരു മിനിറ്റ്. ഉം. 258 വരെ വായിക്കാമോ? അടുത്ത ആരെങ്കിലും ടേൺസ് എടുത്ത് വായിക്കാം. പയ്യെ കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് വായിക്കണേ, നമ്മൾ എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ പാകത്തിന്. 258 വരെ വായിക്കാം. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. പ്രഭു, വായിച്ചവരാരെങ്കിലും ഒരു ചാൻസ് കൊടുത്താലോ? നമ്മൾ പൊതുവേ വായിക്കാത്തവര് പേര് വിളിക്കാൻ ഞാൻ ആയിക്കോട്ടെ, ആരെങ്കിലും ആരാണ് ഉണ്ടെങ്കിൽ വായിച്ചോട്ടെ പ്രഭു. ഇന്നിപ്പോ അതെ, അതെ. പുതിയതായിട്ടൊരു മാതാജി വായിച്ചത് ഇപ്പോ. ഇപ്പൊ പുതിയതായിട്ടൊരു അതെ, മാതാജി അപ്പൊ വായിച്ചു. അതുപോലെ ആരെങ്കിലും പുതിയതായിട്ട് വായിക്കാൻ. 6827019 ആരാണെന്നറിയില്ല. ഓക്കെ, ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അജിത് കുമാർ പ്രഭു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൂനീക്രോധ കൈലാസപദുയരഗന സഭേ മേലി കരെ തബേ പ്രഭുര നിന്ദന. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ സംഭവം കേട്ട വിദ്യാർത്ഥികൾ അത്യന്തം കുപിതരാവുകയും ഒത്തുചേർന്ന മഹാപ്രഭുവിനെ വിമർശിക്കുകയും ചെയ്തു. സഭദേശഭൃഷ്ട കൈലായേകലനിമായി ബ്രാഹ്മണമാരി തേറ്റാഹേ ധർമ്മഭയാനായി. വിവർത്തനം. അവർ ഇപ്രകാരം കുറ്റപ്പെടുത്തി: നിമായി പണ്ഡിതൻ എന്ന ഏക വ്യക്തി ഈ ദേശത്തെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണനെ പ്രഹരിക്കണമത്രേ. ധാർമ്മിക തത്വങ്ങളോട് യാതൊരു ഭയവുമില്ല. ഭാവാർത്ഥം. അക്കാലത്തും ജാതി ബ്രാഹ്മണർ അഹങ്കാരികളായിരുന്നു. ഒരു ആചാര്യനിൽ നിന്നോ ഗുരുവിൽ നിന്നോ ശിക്ഷ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പൂനായതി ഐത്തേക്കാരെ മാരി ബാതാഹാരെ കോൻവാകമാനുഷാഹായ കീകരിതേകപാരെ. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഇത്തരം അക്രമങ്ങൾ ഉണ്ടായാൽ നാം തിരിച്ചടിച്ച് പകരം വീട്ടുക തന്നെ ചെയ്യും. നമ്മെ ഈ വിധം തടയാൻ തക്കതായ എന്ത് വിശേഷാൽ പ്രാധാന്യമാണ് ഇദ്ദേഹത്തിനുള്ളത്? പ്രഭുര നിന്ദായ സപാര ബുദ്ധി കൈലാനാശ സുപഠിത വിദ്യാകാരവോ നാഹായ പ്രകാശ. പ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വിമർശിക്കും വിധം തീരുമാനമെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം ബുദ്ധിനാശം സംഭവിച്ചു. അവർ പണ്ഡിതന്മാരായിരുന്നെങ്കിലും ഈ അപരാധം നിമിത്തം അവർക്ക് അറിവിന്റെ അന്തസത്ത അവരിൽ പ്രകാശിച്ചില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു: മായായ അപകൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഹ. ഒരുവൻ പരമദിവ്യോത്തമ പുരുഷനോട് ശത്രുത പുലർത്തുമ്പോൾ നിരീശ്വരത്വ മനോഭാവം അല്ലെങ്കിൽ ആസുരഭാവം സ്വീകരിക്കുമ്പോൾ അവൻ അഭിജ്ഞനായ പണ്ഡിതനാണെങ്കിൽ പോലും അവനിൽ ജ്ഞാനം സ്പഷ്ടമാകില്ല. മറ്റു വാക്കുകളിൽ അവന്റെ ജ്ഞാനം ഭഗവാന്റെ മായാശക്തിയാൽ അപഹരിക്കപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ വേദാശതര ഉപനിഷത്തിൽ 6:23 നിന്ന് ഒരു മന്ത്രം ഉച്ചരിക്കുന്നു: യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈത കഥിതാ ഹി അർത്ഥ പ്രകാശന്തേ മഹാത്മന. ഭഗവാൻ വിഷ്ണുവിലും ആധ്യാത്മിക ഗുരുവിലും അചഞ്ചല ഭക്തിയുള്ള ഒരുവന് വൈദിക വിജ്ഞാനമെല്ലാം അനായാസേന വെളിവാക്കുമെന്നാണ് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം.
അത്തരമൊരു ഭക്തന്റെ ഹൃദയത്തിൽ വൈദിക വിജ്ഞാനത്തിന്റെ യഥാർത്ഥ സത്ത പ്രകടമാകുന്നു. ഈ അന്തസത്ത പരമപുരുഷനിൽ ശരണാഗതി പോകുക എന്നത് തന്നെയാണ് വേദൈശ്ച സർവൈരഹമേവ വേദ്യ. ആധ്യാത്മിക ഗുരുവിനെയും ഭഗവാനെയും ശരണമടയുന്ന ഒരുവനിൽ മാത്രമേ വൈദിക ജ്ഞാനത്തിന്റെ ഉൾക്കാമ്പ് പ്രകടമാവുകയുള്ളൂ, മറ്റാരിലുമില്ല. ഇതേ തത്വം ശ്രീമദ് ഭാഗവതത്തിൽ 7:5-24 പ്രഹ്ലാദ മഹാരാജാവ് ഊന്നി പറയുന്നു. ഇതി പുംസാർ പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ പ്രിയതേ ഭഗവതി അദ്ധ താൻ മന്യേ അതീതം ഉത്തമം. ഈ 9 തത്വങ്ങളും ശ്രവണം, കീർത്തനം, സ്മരണം തുടങ്ങിയ ഭഗവാന്റെ സേവനത്തിൽ നേരിട്ട് പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയെ വൈദിക സാഹിത്യങ്ങൾ നന്നായി സ്വാംശീകരിച്ചിട്ടുള്ള ഒരു വിദ്വാനായി കരുതണം. എന്തെന്നാൽ വേദപഠനത്തിന്റെ ലക്ഷ്യം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമോന്നത തത്വം മനസ്സിലാക്കുകയാണ്. ഒരുവൻ ആദ്യം ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിക്കണമെന്നും അപ്പോൾ ഭക്തിയുത സേവനത്തിന്റെ പ്രക്രിയ വികസിക്കുമെന്നും ശ്രീധരസ്വാമി തന്റെ വ്യാഖ്യാനത്തിൽ സ്ഥിരീകരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുവന് മാത്രമേ ഒരു ഭക്തനാകാൻ കഴിയൂ എന്ന് കരുതുന്നത് ശരിയല്ല. വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിലും ആധ്യാത്മിക ഗുരുവിലും പരമദിവ്യോത്തമ പുരുഷനിലും പൂർണ്ണ വിശ്വാസമുള്ള പക്ഷം അവൻ ആധ്യാത്മിക ജീവിതത്തിലും വേദജ്ഞാനത്തിലും അഭിവൃദ്ധി പ്രാപിക്കും. ഖഡ്വാംഗ മഹാരാജാവിന്റെ ഉദാഹരണം ഇത് സ്ഥിരീകരിക്കുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരുവൻ വേദങ്ങളുടെ പ്രതിപാദ്യ വിഷയം ഹൃദ്യമായി പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ശരണാഗതി എന്ന ഈ വൈദിക പ്രക്രിയ സ്വീകരിക്കുന്ന ഒരുവൻ ഭക്തിയുടെ സേവനം പഠിക്കുകയും വിജയശ്രീലാളിതനാകുകയും ചെയ്യുന്നു. വളരെ ഗർവിഷ്ഠനായ ഗുരുവിനോ ഭഗവാനോ ശരണാഗതി പൂക്കാൻ കഴിയില്ല. അപ്രകാരം അവന് വേദവിജ്ഞാനത്തിന്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശ്രീമദ് ഭാഗവതം 11:11-18 പ്രഖ്യാപിക്കുന്നു. ശബ്ദ ബ്രഹ്മണി നിഷ്ണാദോ നിഷ്ണയാത് പരേയതി ശ്രമാസ്തസ്യ ശ്രമാഫലോ ഈ അതേനും ഇവ രക്ഷത. ഒരുവൻ വേദഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതേസമയം വിഷ്ണു ഭഗവാന്റെ ഭക്തനല്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അയാൾ വ്യഥാസമയം പാഴാക്കുകയാണ്. പാൽ തരാത്ത പശുവിനെ പരിപാലിക്കുന്നത് പോലെ ശരണാഗതി പ്രക്രിയ പിന്തുടരാതിരിക്കുകയും ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം തൽപരനാവുകയും ചെയ്യുന്ന ഒരുവന് പുരോഗതിക്ക് വകയില്ല. ഒന്നും നേടാത്ത അധ്വാനം മാത്രമാണ് അവന്റെ ലാഭം. ഒരുവൻ വേദങ്ങളുടെ പഠനത്തിൽ വിദഗ്ധനായിരിക്കുകയും പക്ഷേ ഒരു ആധ്യാത്മിക ഗുരുവിനോ വിഷ്ണുവിനോ ആത്മസമർപ്പണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവന്റെ ജ്ഞാനാർജനം കേവലം അധ്വാനവും സമയവും പാഴാക്കൽ മാത്രമാണ്. ഹരേ കൃഷ്ണ. അടുത്തതും കൂടി വായിക്കാം അല്ലേ? അടുത്തും കൂടി വായിച്ചോളൂ. തഥാപീതാംഭിക പദൂയ നമ്രനാഹീഹയ യാഹാൻ താഹാൻ പ്രപൂര നിന്ദ ആസീസേ കരയ. പക്ഷേ അഹങ്കാരികളായ വിദ്യാർത്ഥി സമൂഹം വിനീതരായില്ല. നേരെ മറിച്ച് അവർ ഈ സംഭവം എല്ലായിടത്തും പറഞ്ഞ് പരിഹാസരൂപേണ മഹാപ്രഭുവിനെ വിമർശിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. സോ നമ്മള് 246 നിന്ന് 46 മഹാപ്രഭു വന്ന് വിശ്രമിച്ചു എന്ന് പറയുന്നു. 247 മുതൽ പുതിയൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുന്നതിന്റെ വിവരണം അല്ലെ. സോ നമ്മൾ എന്താണ് വായിച്ചത്? ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് ചുരുക്കി പറയാമോ? എങ്ങനെയാണ് സംഭവങ്ങൾ വികസിച്ചത്? സംഭവ വികാസങ്ങൾ. വിവർത്തനം നോക്കുകയാണെങ്കിലും ജസ്റ്റ് ഒരു അതിന്റെ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ത് സംഭവിച്ചു? ആദ്യം മഹാപ്രഭു ഗൃഹത്തിൽ ഗോപീഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. വിരഹത്താൽ വിഷണ്ണനായ അവിടുന്ന് ഗോപി ഗോപി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെന്ത് സംഭവിച്ചു? അടുത്തത് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പറയാം. ഹരേ കൃഷ്ണ. അപ്പോ അവിടെ നിന്ന് ദർശിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി ഇങ്ങനെ, അതായത് ഗോപി ഗോപി എന്ന് വിളിക്കുന്നിട്ട് അത് അമ്പരന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അതായത് ഈ മഹനീയമായ കൃഷ്ണനാമം ജപിക്കുന്നതിന് പകരം അവിടുന്ന് എന്തിനാണ് ഗോപി ഗോപി എന്ന് ജപിക്കുന്നത്? അതുകൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ മഹാപ്രഭു പറയുന്നു മഹാപ്രഭു എന്തുകൊണ്ടാണ് ഗോപികുമാറിന്റെ നാമം ചോദിച്ചെന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഒരു പുതിയ ഭക്തനോ മനസ്സിലാവണമെന്നില്ല. ഹരേ കൃഷ്ണ. നിഷ്കളങ്കമായി ചോദിച്ചു, ഗോപിയുടെ നാമം ജപിക്കുന്നത് കൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? നിഷ്കളങ്കമായി എന്നാണോ ഇംഗ്ലീഷിലുള്ളത്? ഒരു സംശയം എനിക്ക്. നോക്കണം, ഒരു മിനിറ്റ്, ഇംഗ്ലീഷും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നതെന്നൊന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കാമോ? ഞാൻ ഇംഗ്ലീഷ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താണ് പ്രശ്നം? ഇതിൽ പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോ? പ്രശ്നമുണ്ട് പ്രഭു. ഉണ്ട്. പ്രധാനമായിട്ട് പുണ്യം കിട്ടാൻ വേണ്ടി നാമം ജപിക്കുന്നത് അപരാധമാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യം അവിടെ വരികയാണ്. അത് തെറ്റാണ്. തന്നെയല്ല, വിദ്യാർത്ഥിക്ക് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു എന്നാണ് ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. റൈറ്റ്. സോ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് എന്താണ് പാഠം പഠിക്കാനുള്ളത് ഇതിൽ നിന്ന്? ദേഷ്യം വന്നതായിട്ടാണോ പ്രതികരണം? ഹരേ കൃഷ്ണ പ്രഭു, ഒരു കാര്യം ഇപ്പം നടത്തുമ്പോ പറഞ്ഞ പോലെ, അതായത് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നാമം ജപിക്കുന്ന ഒരു പുണ്യത്തിന് വേണ്ടി കൃഷ്ണനാമം ജപിക്കണം എന്നുള്ള ഒരു പോയിന്റാണ് അവിടെ വരുന്നത്. പറഞ്ഞ അതേ കാര്യം. അപ്പോ ഗോപി ഗോപി എന്നല്ലല്ലോ വിളിക്കണ്ടേ, കൃഷ്ണനാമം ജപിച്ചാലല്ലേ പുണ്യം കിട്ടുള്ളൂ എന്നുള്ള പോലെ ഒരു ചോദ്യം. അപ്പൊ അതേ കാര്യം തന്നെ, പുണ്യത്തിന് വേണ്ടി, അതായത് ഒരു ഫലപ്രതീക്ഷയോടെ നാമം ജപിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് ആ ചോദ്യത്തില്. കൃഷ്ണ. യെസ്, എന്തായാലും ഉത്തരം ഓൾറെഡി ചാറ്റിലുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച വാക്ക് ചാറ്റിലുണ്ട്. അധികാരം എന്ന് പറയുമല്ലോ. സ്റ്റുഡൻസ് യോഗ്യതയില്ല. അതായത് യെസ് പോയിന്റ് മെസ്സേജിൽ ഇട്ടതെന്ന് പറയാൻ വേണ്ടി തന്നെയായിരുന്നു. അവർക്ക് മഹാപ്രഭു ഭഗവാനാണെന്ന് അറിയില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ സ്ഥാനം അറിയില്ലെങ്കിൽ കൂടി, ഒരു തരത്തിൽ നോക്കിയാൽ ഗുരുവും ശിഷ്യന്മാരും ആണല്ലോ. അങ്ങനെ നോക്കിയാൽ പോലും മഹാപ്രഭുവിന്റെ ഒരു പ്രവൃത്തിയെ കുറ്റപ്പെടുത്താനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നില്ല. അതാണല്ലോ അവിടെ ചെയ്യുന്നത്. യെസ്, ആ കൃത്യമായ വാക്ക് അധികാരം എന്നുള്ളതാണ്. യോഗ്യത, റൈറ്റ്? നമുക്ക് ഓരോരുത്തർക്കും ഓരോ അധികാരമുണ്ട് ഭക്തിയിൽ. അതുകൊണ്ടാണ് എന്ത് പേര് പറയുന്നത്? കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. ഭക്തി ചെയ്യാനുള്ള, ഭക്തിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ക്വാളിഫിക്കേഷൻ, യോഗ്യത, അധികാരം, അത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഗുരുവിൻ്റെയും വൈഷ്ണവന്മാരുടെയും കാരുണ്യം കൊണ്ടാണ് നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നത്. അവരുടെ തന്നെ കാരുണ്യം കൊണ്ടാണ് ആ ക്വാളിഫിക്കേഷൻ വർദ്ധിക്കുകയോ, അത് വർദ്ധിക്കുന്നതും അവരുടെ കാരുണ്യം കൊണ്ടാണ്. പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കതിനെ, ഉള്ള ക്വാളിഫിക്കേഷനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ കഴിവാണ്, റൈറ്റ്? കഴിവ് കേടാണ്. ഉള്ള അധികാരത്തിന് ഇല്ലാതെയാക്കാനുള്ള ഒരു സ്പെഷ്യൽ ക്വാളിറ്റി അത് നമുക്ക് ഓരോരുത്തർക്കും
പേഴ്സണലി അപരാധം ചെയ്തുകൊണ്ടോ അപരാധം ചിന്തിച്ചുകൊണ്ടോ നമുക്കതിനെ ഉള്ള യോഗ്യത പോലും ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ ഒരു യോഗ്യത ലഭിക്കണമെങ്കിൽ അവരുടെ കാരുണ്യം കൊണ്ടാണ് ലഭിക്കുന്നത്. സോ എന്താണ് പറയാ, നിലയറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു മലയാളത്തില് അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ, എന്താണ് പറയാ, നിലയറിഞ്ഞ് ഉം. യെസ്, അങ്ങനെ ഉണ്ട്. എന്താ പറയുക, എങ്ങനെന്തോ മലയാളത്തിൽ മുതിർന്നവർ പറയുമല്ലോ, നീ അധിക പ്രസംഗം ചെയ്യരുത്. നില മറന്ന് പ്രവർത്തിക്കരുത്. നില മറന്ന് പ്രവർത്തിക്കരുത്, അങ്ങനെ ഒരു മലയാളത്തിൽ ചൊല്ലുണ്ട് അല്ലേ. ഞാൻ ആരാണ്, എനിക്ക് എൻ്റെ തല എനിക്ക് മറന്ന് എണ്ണ തേക്കരുത്. തല 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 മറന്ന് പിന്നെ തലയിരിക്കുമ്പോ വാലാട്ടരുത് എന്നൊക്കെ പറയും. വാലാടരുത് അങ്ങനെയൊക്കെ പറയും. എന്നുവെച്ചാ അതെ. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധികാരം എന്നുള്ള ഒരു വിഷയം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ആദ്യം നമുക്ക് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചത്. ഇപ്പോൾ അധികാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെയാണ്, നമുക്ക് നമുക്ക് തന്നെ നമ്മളെ അറിയണം, ഇല്ലേ. നമുക്ക് ഏത് സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കണം, ഏത് സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൂടാ. ഇപ്പോൾ ഒരു ഉദാഹരണം, ആരെങ്കിലും നമ്മളൊരു പബ്ലിക് പ്രോഗ്രാമിൽ ഇരിക്കുകയാണ്, നമ്മൾ ഒരു പുതിയൊരാൾ വരുന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ചിലപ്പോൾ നമുക്ക് ഉത്തരം അറിയാമായിരിക്കും, പക്ഷേ ആ ക്ലാസ്സിൽ നമ്മളെക്കാളും മുതിർന്ന, ഭക്തിയിൽ സീനിയർ ആയിട്ടുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്തൻ അവിടെ ഉണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം അറിയാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് മിണ്ടാതിരിക്കുക, മുതിർന്ന ഭക്തന് ആണ് അല്ലേ? പറയേണ്ടത്. അതെ, തീർച്ചയായും. സോ അതൊരു എക്സാമ്പിൾ. പക്ഷെ അത് ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഒരു ചെയ്യുന്ന ഡിസ്കഷൻ ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണം എന്നല്ല അതിന് ഉദ്ദേശിച്ചത്, അങ്ങനെ ധരിക്കരുത്. ഇത് നമ്മളൊരു ഡിസ്കഷനാണ് ഇവിടെ ചെയ്യുന്നത്, നമ്മളെല്ലാവരും കൂടി പഠിക്കുകയാണ്. ഇത് വേറൊരു സാഹചര്യം. പക്ഷെ ഒരു പബ്ലിക് പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് മുതിർന്ന വ്യക്തികൾക്ക് അത് സംസാരിക്കാൻ അനുവദിച്ചു കൊടുക്കുക. ചില സമയത്ത് അങ്ങനെ മുതിർന്ന വ്യക്തി മറുപടി പറയുന്ന സമയത്ത് അവർ കോട്ട് ചെയ്യുന്ന ശ്ലോകമോ അല്ലെങ്കിൽ പറഞ്ഞ ഉത്തരത്തിലോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു എന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു പാളിച്ച വന്നു എന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? മൗനം പാലിക്കണം. പറയാൻ പാടില്ല. എന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് സാഹചര്യം അനുസരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. പക്ഷെ ഈ പറയുന്നതിന്റെ ഒരു അന്തസ്സത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നമ്മളതിനെ കളിയാക്കുന്ന രീതിയിലൊന്നും പ്രതികരിക്കാൻ പാടില്ല. അങ്ങനെ അവിടെ കളിയാക്കുന്ന രീതിയിൽ ബഹുമാനത്തോടെ അദ്ദേഹത്തിനോട് വേണമെങ്കിൽ അടുത്ത് പോയിട്ട് പറയാം, ഇങ്ങനെ ഇതെനിക്ക് തോന്നി, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, അങ്ങനെ ചോദിക്കാമല്ലോ. നമ്മളതാണ് എന്ന് സമർത്ഥിക്കുന്നതിലും ഇത് ഇങ്ങനെയല്ലേ എന്ന് എനിക്കൊരു സംശയം എന്നുള്ള മട്ടിൽ പറയാമല്ലോ, പരസ്യമല്ല. അതെ. സോ ഇതിനൊക്കെയാണ് എന്താ പറയുക, മര്യാദാ പാലനം, മര്യാദാ വ്യതിക്രമം എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു മര്യാദയുണ്ട്. നമ്മുടെ അധികാരം, നമ്മുടെ നില അറിഞ്ഞ് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. റൈറ്റ്? ഇതാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹം പറയുന്ന ചോദ്യം ഈ ചോദ്യത്തിൽ തെറ്റുണ്ടോ? മഹനീയമായ കൃഷ്ണനാമം ജപിക്കുന്നതിന് പകരം, അതായത് സാധാരണ നമ്മൾ കൃഷ്ണന്റെ നാമമാണ് ആൾക്കാർ കൃഷ്ണന്റെ നാമം ജപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ. ആരെങ്കിലും ഗോപി ഗോപി എന്ന് ജപിക്കുന്നതായിട്ട് അത് അങ്ങനെ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. അതൊരു കൗതുകകരമാണ്, അത് സ്വാഭാവികമല്ല. അതുകൊണ്ട് ഈ ശിഷ്യന്റെ മനസ്സിലൊരു സംശയം വന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. ഇല്ല, സംശയം വന്നതിൽ തെറ്റില്ല. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മുതിർന്നവരെ കാണുമ്പോഴോ എല്ലാവരും കാണുമ്പോൾ വരും, അത് തെറ്റില്ല. എന്താണ് തെറ്റ് ഇവിടെ? ചോദിച്ച രീതി. ചോദിച്ച രീതി. ചോദിച്ചത് തെറ്റാണോ? ചോദിക്കുന്ന ചോദിച്ചത് തെറ്റല്ല, പക്ഷെ ചോദിച്ച രീതി, ആ ചോദിച്ച രീതിയിൽ എന്താണ് തെറ്റ്? എനിക്ക് ചോദിക്കായിരുന്നു, മഹാപ്രഭു
നമ്മള് കൃഷ്ണനാമം അല്ലേ ജപിക്കേണ്ടത്, ഇങ്ങനെ എന്താണ് അങ്ങ് ജപിക്കുന്നത്, എന്ത് ദയവായി ഒന്ന് വ്യക്തമാക്കി തരാമോ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു അജ്ഞാനം കാരണം എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കാരണം എനിക്കത് മനസ്സിലാവുന്നില്ല, ദയവായി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നാലോ? പെർഫെക്റ്റ്. തന്നെയല്ല, പ്രായം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ വിദ്യാർത്ഥിയിലും പ്രായം കൂടിയായ ഒരു മനുഷ്യനാണ് മഹാപ്രഭു. അപ്പൊ അദ്ദേഹത്തിനോട് എത്ര അറിയില്ലെങ്കിൽ തന്നെ ആ മര്യാദയും ആ ബഹുമാനം അവിടെ കൊടുക്കേണ്ടതായിരുന്നു. ഹരേ കൃഷ്ണ. റൈറ്റ്. സോ നമ്മളിപ്പോ ഒരു മര്യാദ കൊടുക്കുമ്പോൾ ഈ അധികാരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ കണക്കിലെടുക്കേണ്ടത്? ഒന്നിപ്പോ പറഞ്ഞു പ്രായം. അത് തീർച്ചയായിട്ടും നമ്മളെക്കാളും മുതിർന്നവരോട് നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം, പ്രായം കൊണ്ട് മുതിർന്നവരോട്. പിന്നെ വേറെന്തൊക്കെയായിരിക്കണം നമുക്ക്? അറിവ്, ഏത് സ്ഥാനം, നിലയിലുള്ളവരാണെന്ന് അറിയാണ്ട് സംസാരിക്കാൻ അറിയില്ലാത്ത പാടില്ല. വിഷയങ്ങളാണ് എങ്കിലും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുക. അതല്ലാതെ അറിയില്ലാത്തതിനെ ഈ രീതിയിൽ പരിശോധിക്കാൻ പാടില്ല. ഓക്കെ, അത് മനസ്സിലായി. നമ്മുടെ ചോദ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരാൾ നമ്മൾ ഏതേത് എന്താ പറയുക കാര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കണം ഒരാൾക്ക് ബഹുമാനം കൊടുക്കേണ്ടത്. ഒന്ന് പ്രായത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഗുരുസ്ഥാനം, ഗുരു പദവികൾ വരുന്നു. സ്ഥാനം. ഓക്കെ, അയാൾക്കുള്ള സ്ഥാനത്തെ നമ്മൾ അംഗീകരിക്കണം. ഇപ്പൊ ഡോക്ടർ പ്രസാദ് പ്രഭു ചാറ്റിൽ പറയുന്നു അറിവ് അംഗീകരിക്കണം. പിന്നെന്തൊക്കെയായിരിക്കണം? അദ്ദേഹത്തിന്റെ നില എന്താണെന്നറിയാതെ സംസാരിക്കാൻ പാടില്ല. സാഹചര്യം, എന്ത് സാഹചര്യം? സമൂഹത്തിലുള്ള നില, സമൂഹത്തില് അദ്ദേഹത്തിനെ കാണുന്ന നിലവാരം. അതാണ് സ്ഥാനം. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും? നമ്മൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോന്നറിയാതെ നമ്മൾ സംസാരിക്കരുത്. അതൊക്കെ ചോദ്യം വന്നിട്ട് നമ്മൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഞാനുണ്ട്, മറ്റൊരാളുണ്ട്, രണ്ടുപേരെന്ന് ആലോചിച്ചോളൂ. ഞാൻ ആ വ്യക്തിയുമായിട്ട് കറക്റ്റ് എൻ്റെ അധികാരം മറന്ന് ഞാൻ പെരുമാറാൻ പാടില്ല, അല്ലേ? ആ മറ്റേ വ്യക്തി എൻ്റെ ആധ്യാത്മിക ഗുരുവായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഭക്തന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആയിരിക്കാം. പക്ഷെ ഞാൻ എന്തൊക്കെയാണ് ആ റിലേഷൻഷിപ്പിൽ, ആ പെരുമാറ്റത്തിൽ ഞാൻ എന്തൊക്കെയാണ് കണക്കിലെടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഒന്ന് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്ന് പ്രായം, പിന്നെ സ്ഥാനം, പിന്നെ ഇതൊന്ന് നോട്ട് ചെയ്യണേ, എനിക്ക് വേണം അത്. പ്രായം, സ്ഥാനം, പിന്നെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അറിവ്, ജ്ഞാനം, പിന്നെ ആധ്യാത്മിക പുരോഗതി, പിന്നെ ഏത് നിലയിലുള്ള ഭക്തനായി പറയുന്ന ആള്, അതെ, അവരുടെ ആ ഒരു നില, അല്ലെങ്കിൽ ഭക്തൻ എത്രത്തോളം ഉയർന്ന ഭക്തിയിലുള്ളവരായി, അതാണ് ആധ്യാത്മിക പുരോഗതി. പിന്നെ അവര് ചെയ്ത സേവനങ്ങളെ നമ്മൾ കണക്കിലെടുക്കണം, അല്ലെ? എത്ര സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോ സർവീസസ് കണക്കിലെടുക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ചാറ്റിൽ നോക്കിയാൽ അത് ഞാൻ നോക്കിയിരിക്കും, നമുക്കും ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പവും കൂടി നമ്മൾ കണക്കിലെടുക്കണം, അല്ലേ? ഉത്തമാധികാരിയാണോ എന്നുള്ള ഓക്കെ, അതൊരു വിഷയം അല്ല. നമ്മളും ആ വ്യക്തിയും തമ്മിലുള്ള അടുപ്പവും നമ്മൾ കണക്കിലെടുക്കണം. ഫ്രീഡം എന്താ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളത് ഇത്ര പറയാം. അല്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ എത്ര സ്വാതന്ത്ര്യം ആ വ്യക്തിയിൽ എടുക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ. ബന്ധം ഇവിടെ പറയുന്നു, റിലേഷൻസ്. ആ വ്യക്തിയോട് കാണിക്കുന്ന ഒരു എളിമ. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളൊരു സന്ദർഭം വരുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ അതിനെ കണക്കിലെടുക്കണം. സമൂഹ മര്യാദകൾ കണക്കിലെടുക്കണം. അതാണ് സമൂഹ മര്യാദ.
മര്യാദകൾ നമ്മൾ കണക്കിലെടുക്കണം. സോ ടൈം, പ്ലേസ്, സർക്കംസ്റ്റൻസ് കണക്കിലെടുക്കണം. കാര്യം ഇപ്പൊ നമ്മള് പബ്ലിക്കില് നമ്മള് ഡിവോട്ടീസ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഡിവോട്ടീസ് മാത്രം ഒരു റൂമിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കളിയും ചിരിയും തമാശയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഇല്ലേ? അതൊക്കെ എക്സ്ക്ലൂസീവ് ചെയ്യാറ്. ഡീലർ, എക്സ്ക്ലൂസീവ് ഏ ഡീലർമാർ, എക്സ്ക്ലൂസീവ് ഡീലർ ഡീലിങ്സ്, ഓക്കെ. സോ അത് ചിലപ്പോൾ ചെയ്യാൻ, പക്ഷെ ഇതേ പബ്ലിക്കിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാമോ? പറ്റില്ല. മറ്റുള്ളവർ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് എന്ത്? ചൈതന്യ മഹാപ്രഭുവും വാരണാസി അവിടെ ആരുമായിട്ട് അടുത്ത അധ്യായം ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദരായരുമായിട്ടുള്ള ആരാണ് ചൈതന്യ മഹാപ്രഭു രാമാനന്ദരായായിട്ടുള്ള ആ ഒരു അവരാദ്യം കാണുന്ന സമയത്ത് അത്രയും എക്സ്റ്റാറ്റിക് ആയിട്ട് അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ലവിങ് റിലേഷൻഷിപ്പ്. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് അവിടെ മറ്റ് പണ്ഡിതന്മാരും മറ്റ് രാജാവിന്റെ അസിസ്റ്റൻസും ഒക്കെ ചുറ്റിയിരിക്കുന്നതുകൊണ്ട് അവർ രണ്ടുപേരും അവരെ തന്നെ നിയന്ത്രിച്ചു, അല്ലെ, കൺട്രോൾ ചെയ്തു, ഇല്ലേ? അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്ത് എങ്ങനെ ഓരോ സന്ദർഭത്തിലും പെരുമാറാൻ പഠിക്കണം, അല്ലെ? എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളതൊരു പഠിക്കണം. ഇതൊരു വൈഷ്ണവ എറ്റിക്കറ്റ്, ഒരു വൈഷ്ണവ ഒരു ആചാര്യം. ലേണിംഗ് ആണ്. അതെ, സദാചാരം എങ്ങനെയാണ്, ഏത് സമയത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അപ്പോ ഒരുപാട് നമ്മള് എങ്ങനെ പറയാ, ആശാന്റെ നെഞ്ചത്തും ആവരുത്, കളരിക്ക് പുറത്തും ആവരുത്. ചിലപ്പോ എന്താവും, നമ്മൾ വളരെ ഫോർമൽ ആവും ഭക്തന്മാരോട്, വളരെ ഔദ്യോഗികമായിട്ട് എന്താണ് കേളിപോയി. അങ്ങനെ വരുമ്പോ എന്താവും, അടുപ്പം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഒരു ഒഫീഷ്യൽ ഭക്തന്മാരായിട്ട് തന്നെ തുടരും. അതും പാടില്ല. അതേ നേരത്തിന് എന്താണ്, അത് കളരിക്ക് പുറത്തു നിന്നുള്ള പോലെയാണ്, അല്ലെ? ഓവർ ഒഫീഷ്യൽ ആക്ടിങ്. ഓവർ ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല, ഓവർ ഫോർമാലിറ്റി. നമ്മൾ ഒരിക്കലും എന്താണ്, നമ്മളൊരു ലൈഫ് മെമ്പർ പോലെ ദൂരെ നിൽക്കും, അല്ലാതെ ഒരു ഡിവോട്ടി ആവില്ല ഒരിക്കലും. പക്ഷെ ആശാന്റെ നെഞ്ചത്തും ആവരുത്. നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാലും അത് നമ്മൾ അധികാരത്തെ നമ്മൾ അതിക്രമിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനായതുകൊണ്ട് ഞാൻ ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലോസ്നെസ്സിനെ ദുരുപയോഗപ്പെടുത്തി ഇവിടെ, അല്ലെ? അടുപ്പത്ത് ദുരുപയോഗപ്പെടുത്തി എന്ത് ചെയ്തു? മഹാപ്രഭുവിനെ ആജ്ഞാപിക്കാൻ പറ്റുന്ന കഴിയുന്ന രീതിയിലേക്ക് എടുത്തു ചാടി വന്നു. ആ സമയത്ത് അവിടെ അപരാധം സംഭവിച്ചു, റൈറ്റ്? അപ്പോ കളരിക്ക് പുറത്തായി. അല്ല, ആശാന്റെ നെഞ്ചത്തായി. ആലോചിച്ചു, ഇവിടെ ആക്ച്വലി ആശാന്റെ നെഞ്ചത്തില്ല, ആശാനാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ, അല്ലേ? ഭഗവാന്റെ നെഞ്ചത്ത് കയറി ഇവിടെ. അതും ചെയ്യരുത്. അപ്പോ ഇത് എങ്ങനെയാണ് കറക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റും? ഇന്നലെ നമ്മളൊരു കാര്യം വാക്ക് പറഞ്ഞായിരുന്നു, വിശ്രംഭ, റൈറ്റ്? കറക്റ്റ് ഡിസ്റ്റൻസ്, കറക്റ്റ് പ്രോക്സിമിറ്റി. ഒരുപാട് ദൂരെ ആവരുത്, ഒരുപാട് അടുത്ത് ആവരുത്. ഇതെങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? എങ്ങനെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും? എന്തെങ്കിലും ഹിന്റ്സ് ഉണ്ടോ? അത് ജന്മന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മര്യാദ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതെ, ചിലർക്കത് ജന്മനാ കിട്ടും. ഒരു ജന്മഗുണം, കുടുംബത്തിന്റെ ആ ഒരു ഇത് കിട്ടും ചിലർക്കൊക്കെ. ശരിയാണ്, ഒരു പരിധി വരെ. സോ എങ്ങനെ നമുക്കത് നേടാൻ പറ്റും? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അപ്പോ ആശാന്റെ നെഞ്ചത്ത് കയറി ഇദ്ദേഹം, ആര്? ഈ ശിഷ്യൻ. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ 250 ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? ശരി, നിലയ്ക്ക് നിർത്തണം, നിലമറന്ന് എന്താ പറയാ, പെരുമാറരുത് എന്നുള്ളത് പഠിപ്പിക്കാൻ. തലമറന്ന് എണ്ണ തേക്കരുത്. തലമറന്ന് എണ്ണ തേക്കരുത് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യുന്നു? അത്യന്തം ക്രുദ്ധനായി തീരുകയും
കൃഷ്ണനെ പല വിധത്തിൽ ഭർത്സിക്കുകയും ചെയ്തു. അത് ലീല, അത് പാർട്ട് ഓഫ് ദി പാസ്റ്റ് ടൈം. അവിടുന്ന് ഒരു വടിയെടുത്തുകൊണ്ട് വിദ്യാർത്ഥിയെ അടിക്കാൻ ഒരുങ്ങി. ഇവിടെ നോക്കിയാൽ, ഈ ഭാവാർത്ഥത്തിൽ നോക്കിയാൽ, 250 ഭാവാർത്ഥത്തിൽ ഗോപികമാർക്കുള്ള കൃഷ്ണ ഭഗവാന്റെ സന്ദേശവുമായി ഉദ്ധവൻ വന്നപ്പോൾ എല്ലാ ഗോപികമാരും, പ്രത്യേകിച്ചും ശ്രീമതി രാധാറാണി, കൃഷ്ണനെ പല വിധത്തിൽ പഴിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീമതി രാധാറാണി പലപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ കുറ്റം പറയുന്നുണ്ട്, അല്ലെ, വഴക്ക് പറയാറുണ്ട്. അങ്ങനെയുള്ള ഗോപികാ ഗീതത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചില വാക്കുകൾ, ഭഗവാനെ വിമർശിക്കുന്ന രീതിയിലുള്ള വാക്കുകളുണ്ട്. പക്ഷെ അടുത്ത സെന്റൻസിൽ പ്രഭുപാദ് എന്തു പറയുന്നു? അത്തരം കുറ്റപ്പെടുത്തൽ എന്തുകൊണ്ടാണ്? സ്നേഹാധിക്യം. ഭ്രമരഗീതമുണ്ട്, വണ്ടുകളോട് ഭഗവാനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. സ്നേഹാധിക്യം പ്രതിഫലിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ മനുഷ്യന് അത് മനസ്സിലാക്കാനാവില്ല. എന്തുകൊണ്ട്? ആ സാധാരണ മനുഷ്യന് എന്തില്ല? നമ്മൾ പറഞ്ഞൊരു വാക്ക് ഇവിടെ, ടെക്നിക്കൽ വേർഡ് എന്തായിരുന്നു? എന്തില്ലാത്തത് കൊണ്ടാണ് സാധാരണ മനുഷ്യന് അത് മനസ്സിലാക്കാൻ കഴിയാത്തത്? വിശ്രംഭം. അല്ലെ, വിശ്രംഭ എന്ന് പറഞ്ഞാല് കറക്റ്റ് ഡിസ്റ്റൻസ്. വിശ്രംഭ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെയും ആകരുത്, ഒരുപാട് അടുത്തും പോകരുത്. അടുത്തും പോകരുത് എന്നല്ല, അടുക്കണം, പക്ഷെ നെഞ്ചത്ത് കയറരുത്. മര്യാദ, ഔചിത്യം എന്നൊക്കെ പറയാം. ഔചിത്യം, മര്യാദ എന്ന് പറയാം. ഇവിടെ അധികാരം എന്നുള്ള വാക്കാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ ഗോപികമാരും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ, അല്ലെങ്കിൽ വ്രജവാസികളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഒരു സാധാരണ മനുഷ്യനത് മനസ്സിലാക്കാനാവില്ല. എന്തുകൊണ്ട്? അതിനുള്ള അധികാരം ആ വ്യക്തിക്ക് വന്നെത്തിയിട്ടില്ല. ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് അതിൻ്റെതായ രീതി പാലിച്ച് ഭക്തിയുത സേവനം അനുഷ്ഠിച്ച് പക്വത വരുമ്പോ ഈ പറയുന്ന പോലെ ഔചിത്യവും മര്യാദയും ഈ അധികാരവും ഒക്കെ ആ വ്യക്തിക്ക് ക്രമേണ വന്നു ചേരും. അതുകൊണ്ട് ശരിയായ രീതിയിൽ ആ ഒരു അധികാരം വരണം, ഭക്തിയിൽ മുന്നേറണം എന്നുള്ളത് കൊണ്ടാണ് ശ്രീല പ്രഭുപാദ് എല്ലാവർക്കും വേണ്ടി ആഗ്രഹിച്ചു. എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനോട് അടുക്കണം, എല്ലാവരും ഈ പ്രേമഭക്തിയുടെ സന്തോഷം, ആനന്ദം അനുഭവിക്കണം. പക്ഷെ അതിന് എന്ത് വേണം? അധികാരം വേണം. ആ അധികാരം നമുക്ക് ക്രമേണേ വരുള്ളൂ. ഭക്തിയുത സേവനം ശരിയായ രീതിയിൽ പരിശീലിക്കുകയും ആ അറിവ് ശരിയായി നേടുകയും ഈ വിഷയങ്ങളൊക്കെ നമ്മളിപ്പോ ഭഗവാൻ നമുക്ക് തന്ന ഒരു സൗഭാഗ്യം, ഇപ്പൊ തന്നിരിക്കുന്ന സൗഭാഗ്യം പോലെ ഭക്തന്മാരുമായിട്ട് ചർച്ച ചെയ്യുക, നമ്മളിലും മുതിർന്ന ഭക്തന്മാരുമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വഴി ക്രമേണ നമ്മൾ ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുമല്ലോ, അല്ലെ? നമ്മുടെ കോൺഷ്യസ്നസ് ഫൈൻ ട്യൂൺ ആവുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ക്രമേണ മനസ്സിലാവും. പിന്നെ സ്വാഭാവികമായി തീരും ഈ പെരുമാറ്റം. എങ്ങനെ, എപ്പോ, എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ പ്രഭുപാദിന്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ പ്രഭുപാദിന് നിന്ന് ചിന്തിക്കേണ്ടി വരില്ല. ഓ, ഇതാണ് സിറ്റുവേഷൻ, ഞാൻ എങ്ങനെ ചെയ്യണം. പ്രഭുപാദ് ഇരുന്ന് ആശയക്കുഴപ്പത്തിലിരിക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ലൈക് പ്രഭുപാദ് ഇസ് എക്സ്പേർട്ട്. ദാറ്റ് ഈസ് വൈ സ്പിരിച്വൽ മാസ്റ്റർ, റൈറ്റ്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ വിഷയത്തിൽ പ്രഭുപാദ് എക്സ്പേർട്ടാണ്. എവിടെ എന്ത് ചെയ്യണം എഴുതുമ്പോ ഇതൊക്കെ പർപ്പോട്ട് എഴുതുമ്പോ ഇത്രയും ഡീപ്പായിട്ടൊരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയത്തെ പറ്റി ചിന്തിച്ചിരുന്നു ആയിരിക്കുമല്ലോ ഇത് എഴുതും. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഭക്തന്റെ എന്താ പറയാ, അത്രത്തോളം ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ. അതെ, പ്രഭുപാദ് അങ്ങനെ ഒരു വ്യക്തി ആയത് കൊണ്ടാണ് പ്രഭുപാദിന് ഇങ്ങനെ ഭാവാർത്ഥം എഴുതാൻ കഴിയുന്നത്. ഉത്തമാധികാരി പ്രഭുപാദ് ഉത്തമാധികാരി, ലൈക് ഉത്തമ വാട്ട് എവർ വാണ്ട് ടു സേ, റൈറ്റ്? അപ്പോ എന്തായാലും ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കിതിനെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാണ്. എല്ലാവർക്കും ഉള്ള അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ നമുക്ക് കേട്ട് ഇന്നത്തെ കൊണ്ട് ഈ ഇത്രയും വായിച്ചത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. എനി തോട്ട്സ്, ഷെയറിങ്സ് എല്ലാവരും പങ്കിടാം. പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് നമ്മളിത് കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ തെറ്റേയില്ല.
ശിഷ്ടാഷ്ടകത്തിൽ ഇതിനെപ്പറ്റി തന്നെ ഈ ഒരു ചിന്തയിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു എന്താ വെച്ചാൽ ആ ഒരു വ്യക്തിയെ അങ്ങനെ ആ വാർത്തെടുക്കാനുള്ള ഒരു രീതിയിലാണ് ആ ശിഷ്ടാഷ്ടകം തന്നെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം, ഒരു മാറ്റം അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലൂടെ. റൈറ്റ്. ഫിലോസഫിക്കലായിട്ട് തന്നെ പറയണമെന്നില്ല, ചില നമ്മുടെ തന്നെ ലൈഫിലുള്ള സന്ദർഭങ്ങളെ കുറിച്ച് പറയാം. ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും, നമ്മുടെ ആധ്യാത്മിക ഗുരു, ലൈക്ക് എൻ്റെ ദീക്ഷാ ഗുരു ഹിസ് നോളജ് ജയപതാക സ്വാമി മഹാരാജ്, മെനി മഹാരാജാസ്, ചിലപ്പോഴൊക്കെ അവർ തന്നെ ആ സീരിയസ്നെസ് ഒക്കെ വിട്ട് ചിലപ്പോൾ തമാശയും കളിച്ചിരിയും കുട്ടികളെ പോലെ കളിക്കുകയും അങ്ങനെയൊക്കെ വളരെ ലൈറ്റ് മൊമെന്റ്സ് ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഫ്രീഡം അല്ലെങ്കിൽ കളി ധാരാളം 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 ഉണ്ടാവാറുണ്ട്. സ്പെഷ്യലി ജയപതാക സ്വാമി മഹാരാജ്. മെനി മഹാരാജാസ്, ലൈക്ക് പ്രഭുപാദിന്റെ ആ ഒരു ക്വാളിറ്റി പലർക്കും ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, റൈറ്റ്? നമ്മൾ ആ സമയത്ത് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവസരമാണ് നഷ്ടപ്പെടുക. ഞാൻ പലപ്പോഴും അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, റൈറ്റ്? ആ മൊമെന്റ്സ് നമ്മൾ നഷ്ടപ്പെടുത്തി വളരെ ഫോർമലായിട്ട് മാറി നിൽക്കും. അതും തെറ്റാണ്. അതേസമയം അതിനുവേണ്ടി നമ്മൾ നെഞ്ചത്ത് കയറുകയും ചെയ്യരുത്, റൈറ്റ്? കിട്ടിയ ചാൻസ് ഉപയോഗിക്കുകയും വേണം, അല്ലെങ്കിൽ നമുക്കാണ് നഷ്ടം. അത് ആക്ച്വലി നമുക്ക് അറിയാത്തോണ്ടാണ് നമ്മൾ അകന്നു നിൽക്കുന്നത്, അല്ലെ? ആ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണ് നമ്മൾ അകന്നു നിൽക്കുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു ഉൾബോധ കാഴ്ച ഇല്ല, അതുകൊണ്ടാണ് അത് നമ്മൾ കളരിക്ക് പുറത്തെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പഠിച്ചു വരികയാണ്, അല്ലെ, എങ്ങനെയുള്ളത് എന്നുള്ളത്. പക്ഷെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ? തീർച്ചയായിട്ടും. സോറി, പറഞ്ഞോളൂ. എക്സാമ്പിൾ ഡിവോട്ടീസ് തന്നെ ഷെയർ ചെയ്ത കാര്യം ആണ്. ഗോപാലകൃഷ്ണ പ്രസാദ് മഹാരാജൻ, ദത്താസ്വാമി ഗുരു മഹാരാജ്, അവർ ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യം. ദത്താസ്വാമി ഗുരു മഹാരാജ് ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി റെഡി ആവുമ്പോൾ സെക്രട്ടറി വന്ന് പറയുന്നത്, ഗുരു മഹാരാജ്, ഇഫ് യു ഡോണ്ട് സ്റ്റാർട്ട് നൗ യു മിസ് അവർ ഫ്ലൈറ്റ് എന്ന് പറയും. സെക്രട്ടറി വന്നിട്ട് അവർ രണ്ടുപേരും, മഹാരാജാസ് രണ്ടുപേരും സംസാരിച്ച് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം പോകുന്നു, അപ്പൊ ഒന്ന് പറഞ്ഞതാണ്. ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ് വഴക്ക് പറയത്ര, ഡോണ്ട് കേഴ്സ് യുവർ ഗുരു എന്ന്. ഡോണ്ട് കേഴ്സ് യുവർ ഗുരു പറയുമ്പോ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടുള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗുരുവിനോട് പറയാൻ പാടില്ല. സോ ക്ലോസ്നെസ് ഉണ്ട്, പക്ഷെ എന്നാലും ആ ഒരു റെസ്പെക്ട് വിടാത്ത സംസാരം. അതേസമയം ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. മറ്റേ എൻഡ് പറഞ്ഞതുപോലെ, സപ്പോസ് നമ്മൾ വളരെ ഫോർമലായിട്ട് ഔദ്യോഗികമായിട്ട് നമ്മൾ ഇരുന്നു, അപരാധം ചെയ്യും, അതുകൊണ്ട് അപരാധം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൂരെ മാറി നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് എന്തായാലും ജീവിതത്തിൽ അടുപ്പം ആവശ്യമുണ്ട്, അല്ലെ? ആരോടെങ്കിലും നമുക്ക് അടുപ്പം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ മായാവാദത്തിൽ ഡബിൾ PhD എടുത്ത ആളായിരിക്കണം. ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ മാത്രം തീരുമാനിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ അറിയില്ല, അയാളുടെ മനസ്ഥിതി എന്തായിരിക്കും എന്നറിയില്ല. പക്ഷെ അല്ലാത്ത സാമാന്യ ജനങ്ങൾക്കൊക്കെ ആരോടെങ്കിലുമൊക്കെ അടുപ്പം വേണം. അപ്പൊ നമ്മൾ ഭക്തന്മാരോട് അടുപ്പം കാണിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കാണിച്ചേ തീരും, അല്ലേ? നോൺ ഡിവോട്ടീസിനോട് ബന്ധപ്പെടും. പട്ടി പൂച്ച അങ്ങനെ അങ്ങ് പോകും. അതെ, ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഡീപ് ടോപ്പിക് ആണ്. ഹരേഷ്ണ പ്രഭു, കുറച്ച് സൗണ്ട് പോയിരിക്കുക, എന്നാലും ഇത് പറഞ്ഞ പെട്ടെന്നൊരു കാര്യം ഓർത്തു. ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത്
ഗുരു മഹാരാജ് ഒരിക്കൽ വന്നിട്ട് അവിടുത്തെ ക്രീക്കിൽ പോയി ഈ പാർക്ക് അടുത്തൊരു ക്രീക്ക് ഉണ്ട്, അവിടെ പോയി ഭക്തന്മാർ എല്ലാവരുമായി. അപ്പൊ അങ്ങനെ പോകാനൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുപേര് ഞങ്ങളുടെ കൂടെ കുറച്ചു പേരുടെ കയ്യില് മഹാരാജ് സന്യാസിത ഉണ്ട് തന്നു. എന്നിട്ട് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. അപ്പൊ ഒരു ബോളും കൊണ്ടുവരാൻ പറഞ്ഞു. ബോളും ആരോ ഭക്തന്മാര് ഇപ്പൊ ഡിവോട്ടീസ് പ്രഭുക്കന്മാരോടൊക്കെ വെള്ളത്തിലേക്ക് ചാടിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആരും സംശയിച്ചു നിന്നില്ല. അയ്യോ എന്റെ, അല്ലെങ്കിൽ നമ്മൾ മഹാരാജ് അടുത്ത് വരുമ്പോ ദേഹത്തെ സ്പർശിക്കാൻ പാടില്ല, വളരെ റെസ്പെക്റ്റോടുകൂടി അകന്ന് നിൽക്കുന്നതല്ലേ. ഇത് മഹാരാജിന്റെ കൂടെ എല്ലാരും കൂട്ടുകാർ കളിക്കുന്ന പോലെ പ്രഭുക്കന്മാരെല്ലാം വെള്ളത്തിൽ ചാടി. മഹാരാജ് ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിലിട്ട് എറിയ, ഹരിബോൾ ഹരിബോൾ എന്ന് പറയും. എല്ലാരും ഭയങ്കര ചിരി ആർത്ത് ഉല്ലസിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പൊ അവിടെ ഒരു എന്താ പറയണ, ഒരു അകൽച്ച തോന്നിയിരുന്നില്ല. മഹാരാജ് പ്രഭുക്കന്മാരുടെ ഒപ്പം അങ്ങനെ ഇഴുകി ചേർന്ന് ആർത്തുല്ലസിക്കാൻ. അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ മഹാരാജ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്നും അറിവില്ലല്ലോ. ഇത് കാണുമ്പോ ഭയങ്കര അത്ഭുതത്തോടുകൂടി എല്ലാവരും പുറത്ത് നിൽക്കുന്ന മാതാജിമാരും ഒക്കെ സന്തോഷത്തോടെ ചിരിച്ച ഇവരുടെ ഈ ഗെയിം കണ്ടിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഓർമ്മ വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. കാര്യം ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ചൈതന്യ മഹാപ്രഭു നോക്കിയാൽ തന്നെ ഇനി മധ്യലീലയില് ഇതുപോലെ ഭക്തന്മാരുമായിട്ട് ഏത് സരോവരമാണ്? ഇന്ദ്രദ്യുമ്ന സരോവർ, ഐ തിങ്ക്, നമ്മുടെ ജഗന്നാഥ് പുരിയില്. അവിടെ ഇതുപോലെ കുളത്തിൽ ഭക്തന്മാരുമായിട്ട് കളിക്കുകയും, നമ്മൾ സാധാരണ കൃഷ്ണഭക്തിയിൽ വരുന്ന മീൻസ് പ്രഭുപാദിന്റെ ഈ ഒരു കാരുണ്യം കൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെ മാത്രമേ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളൂ, അല്ലേ? എന്ന് വെച്ചാൽ എന്തെങ്കിലും സാധാരണ ഭഗവാനെ അവിടുന്ന് ശരണം പ്രാപിക്കുന്നു പറയുമ്പോൾ, വത്സ വരൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താണ് ഏറ്റവും ഒരു ബാസ് വോയിസ് ഒക്കെ എടുത്തിട്ട് ദൈവത്തിന്റെ ശബ്ദമാണല്ലോ. അപ്പൊ അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ഫോർമൽ റിലേഷൻഷിപ്പെ ഭഗവാനുമായിട്ട് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ കൃഷ്ണന്റെ വൃന്ദാവന ലീലകളിലൊക്കെയാണ് കൃഷ്ണൻ കുറച്ചുകൂടി ഇൻഫോർമൽ ആവുന്നത്. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷന് ഒരു ഇൻഫോർമൽ സൈഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ വരുമ്പോൾ വളരെ ഇൻഫോർമൽ ആണ് ഭക്തന്മാരുമായിട്ട്. ആൻഡ് അതേ ഒരു മൂഡിൽ പ്രഭുപാദ് വളരെ ഇൻഫോർമൽ ആയിട്ട്, പ്രഭുപാദ് എന്താ പറയാ, അത്രയും ഇൻഫോർമൽ ആയിട്ട് കളിച്ചിട്ടുണ്ട് കുട്ടികളുമായിട്ട്. അങ്ങനെയൊക്കെ പ്രഭുപാദ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ എല്ലാ വശങ്ങളും ഒരു വ്യക്തിയിലുണ്ട്, ഭഗവാനിലുണ്ട്, പരിശുദ്ധ ഭക്തന്മാരിലുണ്ട്. അത് ക്രമേണ ഭഗവാനോട് ആ ഒരു ഇൻഫോർമൽ കണക്ഷന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിൽ ഇരുന്ന് ഈ രീതി നമ്മൾ പാലിക്കുന്നത്, അല്ലെ? അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എത്തുന്ന വഴിയിൽ ഈ കാര്യങ്ങളൊക്കെ പയ്യെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് റിഫോം ആവണം, അതിൽ പരിവർത്തനം സംഭവിക്കണം, അതിൽ എന്താണ് പറയുക, ഫൈൻ ട്യൂണിങ് സംഭവിക്കണം. ഫൈൻ ട്യൂണിങ്, മാധുര്യ പ്രേമരസം അനർപ്പിതചര്യം ചിരാത്. അപ്പൊ ഒരു നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇതിലൊക്കെ ഫൈൻ ട്യൂണിങ് നമുക്ക് സംഭവിക്കണം. അതെങ്ങനെ സംഭവിക്കും? നമുക്ക് ഭക്തന്മാരുടെ കൂടെ സംഭവിക്കണം, അവരുടെ പേഴ്സണൽ അസോസിയേഷൻ. നമ്മൾ ഓരോരുത്തരും എന്താ പറയാ, എനിക്ക് ഓരോരുത്തരും വളരെ വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. ഭഗവാൻ നമുക്ക് എന്താ പറയുക, എനിക്ക് നിങ്ങളെയൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ആൻഡ് അത് കറക്റ്റായിട്ട് നമുക്ക് ആ ബിഹേവ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. ഈവൻ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തിരുത്താനുള്ള അവസരമുണ്ട്. മറ്റേ പെൻസിലിന്റെ കാര്യം പറഞ്ഞവന്റെ, ഈ കൃഷ്ണഭക്തി എന്ന് പറയുന്ന പെൻസിലിന്റെ അറ്റത്ത് റബ്ബറും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ തിരിച്ച് മായ്ച്ചിട്ട് വീണ്ടും നമുക്ക് തുടങ്ങാം, കുഴപ്പമില്ല, ഇല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ ആലോചിച്ച് നോക്കും, ഇവിടെ എന്താ പറ്റിയേ? ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അറിയാം. ഈ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞതുപോലും അല്ല തെറ്റ്. അങ്ങോട്ട് ഇനിയും പോകുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ, വിദ്യാർത്ഥി ഭയം മൂലം ഓടി, മഹാപ്രഭു അവനെ പിന്തുടർന്നു, പക്ഷെ ഭക്തന്മാർ ഒരു വിധത്തിൽ അവിടുന്ന് തടഞ്ഞു. 252 ഭക്തന്മാർ മഹാപ്രഭുവിനെ ശാന്തനാക്കി ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ആ വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളുടെ സഭയിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവിടെ പോയിട്ട് ഒരുപാട് പേരോട്, ആൾക്കാരോട് ഈ ഒരു സംഭവം എന്താ പറയാ, ഇട്ടുകൊടുത്തു, കൊളുത്തി കൊടുത്തു എന്ന് പറയില്ലേ, വൈറലാക്കി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെ? 253 അദ്ദേഹം അതിനെ വൈറലാക്കി. 1000 വിദ്യാർത്ഥികൾ
1000 വിദ്യാർത്ഥികൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ നിർത്തിയ ശ്ലോകം ഉണ്ടല്ലോ 258, പക്ഷേ അഹങ്കാരികളായ വിദ്യാർത്ഥി സമൂഹം വിനീതരായില്ല. ഒന്ന് ക്ഷമ ചോദിച്ച് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറി തന്നെ അല്ലേ? സോ ഇതുപോലെ നമുക്കും ഒരുപാട് പഠിക്കാനുള്ളൊരു ലീലയാണിത്, റൈറ്റ്? ഞാനിവിടെ വാർത്തെടുക്കണം. ഭക്തനായിട്ട് വാർത്ത് എന്താ ശുദ്ധ ഭക്തനായിട്ട് ആ ഒരു നേരത്തെ ഒരു വാക്കുകളില്ലേ പ്രഭു, എന്താ അത്രയും ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ സ്വയം തന്നെ നമ്മളെ വാർത്തെടുക്കണം. അതെ, ഈ ചർച്ച നമുക്ക് ഇന്ന് തീരില്ല. ആക്ച്വലി നാളെ നമുക്ക് ഇത് വെച്ച് തന്നെ തുടങ്ങാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഐ തിങ്ക് പല ഭക്തന്മാർക്കും പല പോയിന്റ്സും ഉണ്ടാവും. ഇന്നൊന്ന് ഇത് വീണ്ടും ഒന്ന് വായിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, കാര്യം ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈതന്യ ചരിതാമൃതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കനിഷ്ഠ ടെൻഡൻസീസ് ഉണ്ടാവും, ഇല്ലെ? പ്രവണതകൾ ഉണ്ടാവും, കനിഷ്ഠ ഭക്തന്മാരുടെ പ്രവണതകൾ ഉണ്ട്. അപ്പൊ അത് ക്രമേണയാണ് ഇത് മധ്യമായിട്ട് വരുന്നത്, മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള നമ്മൾ വായിക്കുകയും ചർച്ച ചെയ്യുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. യെസ് ശരൺ. പ്രഭുപാദ എപ്പോഴും പറയല്ലോ, ഒരു മെയിൻ അംബർല അല്ല, അതായത് ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്താലും ആ ഫാൻ കുറച്ചും കൂടെ നേരം കറങ്ങിയിട്ടേ നിൽക്കുള്ളൂ. അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ഹരേ കൃഷ്ണ. ജസ്റ്റ് ഇനി ഇത് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. രാജേഷ് ബാബു പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്ന വിധം ചോദ്യമായിട്ട് ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞിരുന്നു. സോ അത് ഡിസ്കസ് ചെയ്താൽ കൊള്ളായിരുന്നു. നെക്സ്റ്റ് സെഷൻ ഒരു മുതിർന്ന ഭക്തന്മാരാണ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷെ എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകായിക അല്ലെങ്കിൽ സംശയങ്ങൾ വന്നുകൂടാന്നില്ലല്ലോ. അപ്പൊ അത് ശരിയായ വിധത്തിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. അതെ. സോ അതൊരു കാര്യമാണ്. നമ്മൾ മുതിർന്ന ഭക്തനോ ആരാണെങ്കിലും നമ്മളിപ്പോൾ കാണുമ്പോൾ, ഇപ്പം ഇദ്ദേഹത്തിന് ഈ ശിഷ്യന് സംശയം വന്നതുപോലെ സംശയം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെങ്ങനെ നമ്മൾ അവതരിപ്പിക്കണം? അതേ മുതിർന്ന ഭക്തനോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, ഇപ്പം ഈ ശിഷ്യനും ചൈതന്യ മഹാപ്രഭുവിന്റെ സ്റ്റുഡൻ്റ് ആണ്, ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് തന്നെ മഹാപ്രഭുവിനോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. ചോദിച്ച വിധമാണ് ഇവിടെ മാറിപ്പോയത്, അല്ലേ? ചിലപ്പോൾ നമ്മൾ അറിയാത്തൊരു മുതിർന്ന ഭക്തനായിരിക്കും, നമുക്ക് ആ വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അവരുടെ പെരുമാറ്റത്തിനെ കുറിച്ചൊരു സംശയം വരാം. അപ്പോൾ നമുക്ക് ബന്ധമുള്ളൊരു മുതിർന്ന ഭക്തനോട് അത് ചോദിച്ച് അതിനെ ക്ലാരിഫൈ ചെയ്ത് മേ ബി മാറ്റാം. ചിലപ്പോൾ വാസ്തവത്തിൽ ആ മുതിർന്ന ഭക്തൻ്റെ ഒരു തെറ്റ് ചെയ്യുകയായിരിക്കും, നമുക്കറിയില്ല, റൈറ്റ്? അപ്പോൾ നമ്മളാണത് കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശം അദ്ദേഹത്തിൽ ചെന്ന് എത്തണം, തീർച്ചയായിട്ടും. പക്ഷെ അത് ശരിയായ രീതിയിൽ എത്തണം. അപ്പോൾ ആക്ച്വലി ഓൾ ഓഫ് ദീസ് സിറ്റുവേഷൻസ് നമുക്ക് മേ ബി എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഇത്. ബട്ട് ഇറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് തീർച്ചയായിട്ടും. അതായത് നമുക്ക് അധികാരമില്ല ചോദ്യം ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വായ മൂടിക്കെട്ടി ഇരിക്കണം എന്നോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്താലും ഫോളോ ചെയ്യണം എന്നോ പറഞ്ഞിട്ടില്ലല്ലോ. ബ്ലൈൻഡ് ഫോളോയിങ് പ്രഭുപാദർ ഒരിക്കലും എൻകറേജ് ചെയ്യുന്നില്ല. അതെ, ഒരിടത്തും ബ്ലൈൻഡ് ആയിട്ട് ഇരിക്കണം എന്നോ പറഞ്ഞിട്ടില്ല. കാര്യം ഈ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എന്താ പറയുക, സംശയങ്ങളായിട്ട് നമുക്ക് മാറുന്നത്. ആൻഡ് സംശയാത്മ വിനശ്യതി എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോ അതൊരിക്കലും ചോദിക്കാതെയും ഇരിക്കരുത്. കാര്യം അത് നമ്മുടെ അകത്ത് ചോദ്യമുണ്ട്, പിന്നെ നമ്മൾ എങ്ങനെ അത് ചോദിക്കാതെ ഇരിക്കും? ഹരേ കൃഷ്ണ പ്രഭു, അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സംശയം എന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിരിക്കുന്ന പറഞ്ഞ എന്ത് സംശയം ചോദിച്ചാലും അത് കറക്റ്റ് ആയിരിക്കും, അത് ജെന്യൂൻ ആയിരിക്കും. ഉത്തരം തരുന്നത് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു വലിയ ടോപ്പിക്കാണ് ആക്ച്വലി. ഈ അധികാരം എന്ന് പറയുന്നതും അതുപോലെ
എന്താ പറയുക, വിശ്രംഭ എങ്ങനെയാണ് കറക്റ്റ്, ഓരോരുത്തരുമായിട്ട് നമുക്ക് പല ഭക്തന്മാരായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. എല്ലാവരോടും ഒരുപോലെ അല്ല, അല്ലേ? ചിലരോട് കൂടുതൽ അടുപ്പം ഉണ്ടാവും, ചിലരോട് കൂടുതൽ അത്ര അടുപ്പം ഉണ്ടാവില്ല. അതും സമയം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ മാറ്റം സംഭവിക്കും. 10 വർഷം കഴിഞ്ഞ് നമ്മുടെ ആ, പലരുമായിട്ടുള്ള ബന്ധങ്ങൾ വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെ കണക്കിലെടുത്ത് ഓരോ സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം, എത്ര നമുക്ക് അധികാരമുണ്ട്, ഇത് അറിയാനുള്ളൊരു നമ്മളിപ്പോ കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കും, പിന്നീടും സൂക്ഷിക്കാതെ ഓടിക്കരുത്. അത് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞൊരു സെൻസ് കിട്ടുമല്ലോ, അല്ലേ? ഓക്കെ, ഒരു ഇല്ലേ, രാജേഷ് പ്രഭു കുറച്ചുകൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതുപോലൊരു സെൻസ്, ഒരു സിക്സ്ത് സെൻസ്, എന്തായാലും പറയാ, ഒരു സെൻസ് ഓഫ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല, ലൈക്ക് അത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ ആദ്യം വാക്ക് അത് നോക്കി നോക്കി വേണം ഓരോ ടൈപ്പ് ചെയ്യാൻ. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് ആ ഒരു വേർഡ്സ് എവിടെയാണുള്ളത് നമ്മുടെ ഫിഗറിന് അറിയാൻ പറ്റും, ആൽഫബറ്റിക് ഓർഡറിൽ. പിന്നെ നമ്മൾ നോക്കാതെ ടൈപ്പ് ചെയ്യും വേർഡ്സുകൾ. നാളെ കണ്ടിന്യൂ ചെയ്യാം. ശരി പ്രഭു. എന്തെങ്കിലും അവസാന വാക്ക്? ഹരേഷ് പ്രഭു, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതില് നാളെ പറയേണ്ട കാര്യമാണ്, ഈ സാഹചര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇത് ചിലപ്പോ നമ്മുടെ ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ എങ്ങനെ പറയുന്നു എന്നുള്ളതിന്റെ അവിടുത്തെ സിറ്റുവേഷനും പ്രധാനമാണ്. അതും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ അതേ വ്യക്തികൾ തന്നെ വേറൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന രീതിയും അല്ലെ, 2 സ്ഥലമാകുമ്പോൾ 2 തരത്തിലായിരിക്കും, 3 സ്ഥലത്താണെങ്കിൽ 3 തരത്തിലാണ്. കാരണം അപ്പുറത്തെ ക്രൗഡ് അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കുറെ ഫാക്ടേഴ്സ് ഇതിനകത്ത് വേരിയബിൾസ് ആണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് തന്നെ അത് ചെയ്യണം. പക്ഷെ അതിനകത്തൊരു മെയിൻ തിങ് ഇതാണ്, നമ്മൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചെയ്യുന്ന രീതിയിലോ ആവാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അപരാധമല്ലാതെ നല്ല രീതിയിൽ തന്നെ അത് ഇതായിട്ട് പോകും. അപ്പൊ ആ വേരിയബിൾസ് ഒരു നമ്മളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. കാരണം ഇതൊരു ബേസിക്, ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ ആരോ പറഞ്ഞില്ല, ബൈ ബർത്ത് നമുക്ക് ചില രീതികളുണ്ട്. പക്ഷെ ചിലത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷെ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് സത്സംഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ അത് ആർജിക്കാനാണ്. മറ്റൊരു ഫാക്ടറും കൂടി ഉണ്ട്. ഇതിപ്പോ പറഞ്ഞു വന്നപ്പോ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ തന്നെ സ്വഭാവം ഉണ്ടല്ലോ, അതും ഒരു ഫാക്ടറാണ്. മറ്റുള്ള ആൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവം. ചില ആൾക്കാര് സ്വാഭാവികമായിട്ടും എന്താ പറയാ, ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, ചില ആൾക്കാര് എക്സ്ട്രോവേർട്ടഡ്, എന്തായാലും പറയാം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. സോ ഇതെല്ലാം ഇതില് ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യണം എന്നില്ല, ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. പക്ഷെ അതേസമയം ഈ വൈഷ്ണവ എറ്റിക്കറ്റും ഉണ്ട്. അത്ര എളുപ്പത്തിൽ AI പോലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണിത്, അല്ലെ? ഇതൊരു ഓരോ ആത്മാവും പ്രഭുവിന്റെ കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് പോയി. പ്രഭുവിന്റെ സൗണ്ട് കേട്ടില്ല പെട്ടെന്ന്. മ്യൂട്ടല്ല, പക്ഷെ കേട്ടില്ല, എന്തോ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നെറ്റ് പോയതാ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നമുക്ക് പ്രഭുവിന്റെ നെറ്റ്വർക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു. പ്രഭു കുറച്ചു നേരം ഒന്നും കേട്ടില്ല. ലാസ്റ്റ് അത് കേട്ടില്ല. ഗോപാൽ പ്രഭു കേട്ടു. അല്ല, ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചോന്നൊരു ഭയം. ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല ബ്രോ. ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല. ഇതാണ് ലാസ്റ്റ് പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞ് എല്ലാരും ആശയക്കുഴപ്പത്തിലായോ എന്നൊരു നല്ലൊരു സബ്ജക്റ്റ് ആണിത്. ശരിക്കും ഇത് നമുക്ക് ആവശ്യം പ്രഭു, ഇമ്പ്രൂവ് ആവാൻ ആവശ്യമുള്ള ഒരു കാര്യം തന്നെ. തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമല്ലേ പ്രഭുജി? അതെ, തീർച്ചയായും.
നമ്മുടെ ഒക്കെ ഫൈൻ ട്യൂണിങ്ങിനുള്ള സമയം, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഉൾക്കൊള്ളണം. ഹരേ കൃഷ്ണ. പഞ്ചാകൽപതരൂപശ്ച പ്രധാനം പാനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. ജയ് श्रील प्रभुपाद की जय. ജയ്. ഹരി ഹരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ഹോ നിത്യ